പഠിക്കാനും ഒന്നും സാധിച്ചില്ല. എന്നാലും കുറച്ച് ഒരു സ്റ്റെപ്പൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് പല ജീവിത സാഹചര്യം കൊണ്ട് അത് അങ്ങനെ മുടങ്ങിപ്പോയി. അപ്പൊ ഇന്ന് എനിക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിലൊരു ടീച്ചറുണ്ട്, വിനീത എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിനീത ടീച്ചർക്ക് ഇങ്ങനെ ടീച്ചർ വീഡിയോ ഒക്കെ ഡാൻസിന്റെ ഒക്കെ ഇടുന്ന സമയത്ത് ഞാനൊക്കെ എപ്പോഴും ലൈക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ യാദൃശ്ചികമായിട്ട് ഞാൻ ചോദിച്ചു, കുറച്ച് ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, അപ്പൊ എന്നെയും പഠിപ്പിച്ചു തരുമോ, ഒരു തമാശയായിട്ട് ചോദിച്ചതാണ്. പക്ഷെ ടീച്ചർ അത് ഇന്നാണ് റിപ്ലൈ തരുന്നത്. അതിനെന്താ ചേച്ചി, ഞാൻ പഠിപ്പിച്ചു തരാം, ഓൺലൈനിലായിട്ട് ചേച്ചിനെ പഠിപ്പിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ലക്ഷ്യം മേൽപ്പത്തൂർ ഓഡിറ്റോറിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി തരാം. എന്റെ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ചേച്ചിന് ഞാൻ എന്തായാലും ചേച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. നമ്മുടെ ദർശൻ ടീച്ചറുടെ ക്ലാസ് അതിനു വേണ്ടിയുള്ളതല്ലേ. അപ്പൊ നമ്മള് ആ ദർശൻ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കും ഷെയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാ. ചേച്ചിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അത് എനിക്ക് പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം സന്തോഷമാണ്. കാരണം എനിക്ക് അതെന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഡാൻസ് ഒന്ന് ആ ഡ്രസ്സിലൊക്കെ ഒരു കോസ്റ്റ്യൂമില് അങ്ങനെ നിൽക്കേണ്ട അവസരം വരെ എത്തിയതായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. അപ്പൊ അത് അവിടെ ഒന്ന് പോണം എന്ന്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ദർശനിക്ക് വ്യക്തമായി അറിയാം എന്റെ ആഗ്രഹം എന്തായിരുന്നു എന്ന്. പ്രാർത്ഥനയുണ്ട്, നമ്മളെല്ലാവരും കൂട്ടായ ഒരു ആഗ്രഹം. അപ്പൊ കൂടി എന്താ കുട്ടി പറഞ്ഞു, ഇനി അത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് നടന്നൊന്ന് കിട്ടണമെങ്കിൽ. അത് സാധിച്ചു തരാന്നൊക്കെ പറഞ്ഞു, അത് ഓക്കെയാണ്. അപ്പൊ അത് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതിനനുസരിച്ച് അതിനു മുമ്പ് തന്നെ എനിക്ക് സാദിമാഷ ഒരു മോഹൻലാലിന്റെ ഒരു വീഡിയോ ഇട്ട് തന്നു. അത് ഭയങ്കര സന്തോഷമായി. അതിലെന്ത് കമലഹാസത്തിലെ ഡാൻസ്. അപ്പൊ ഞാൻ മാഷ എഴുത്തും കുറെ ടൈംസ് പറഞ്ഞു, മാഷ എന്റെ മനസ്സിൽ ഇത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മാഷത്തെ വീഡിയോ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. ഇതിലെന്ത് ആ സന്തോഷത്തിന്റെ ഒരു ഭാഗം ആ ഡാൻസിലുണ്ട്. അത് ഞാൻ ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു. അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ഉള്ള ഒരു സംഭവമാണ്. മോഹൻലാലിന്റെ ആ ഡാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. അപ്പൊ ഓരോരോ ആഗ്രഹങ്ങൾ നമുക്ക് ഇതിലൂടെ സാധിച്ചു കിട്ടുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്കല്ല, നമ്മുടെ എല്ലാവരും കൂട്ടായ പ്രാർത്ഥനയും പോസിറ്റീവ് എനർജിയും കൊണ്ടാണ് നമുക്കിത് സാധിച്ചു കിട്ടുന്നത്. അത് എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ ചേർന്ന പുതിയ ആൾക്കാരോടും പറയാണ്, കൂടെ നിന്നാ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അത് ഷുവറാണ്. ഭയങ്കര സന്തോഷം എല്ലാവരും സഹകരിച്ചതിന്. ഞാനത് ഒന്ന് പറയട്ടെ അമ്പിളി ചേച്ചി. നമ്മള് കഴിഞ്ഞ ആഴ്ച ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചാണ്, ബാക്കിയുള്ളവർക്ക് വേണ്ടി പറയാണ്, ശോഭ ചേച്ചിക്കും അറിയാം. ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയെ നമ്മള് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ അതേനെ കഴിഞ്ഞ തിങ്കളാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ്, കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരത്ത് ഓഡിറ്റോറിയത്തിന്റെ അതേനെ പോകുമ്പോ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ ശോഭ ചേച്ചി? അമ്പിളി ചേച്ചി അങ്ങോട്ടൊന്ന് നോക്ക്, അവിടെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടാ? അവിടെ ഡാൻസ് കളിക്ക് പിള്ളേർ അരങ്ങേറ്റം നടക്കണ സമയത്ത്. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാരും അമ്പലത്തിന്റെ ഉള്ളിൽ കയറി. അപ്പൊ ഞാൻ അവിടെ മറ്റേ കല്യാണ മണ്ഡപത്തിന്റെ അവിടെ ഇരിക്കുകയാണ്, ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, വിനിത ചേച്ചിയാണ് ഇപ്പോ ഞങ്ങളുടെ ടീച്ചറെ പറഞ്ഞ. കാരണം ഞാൻ അമ്പിളി ചേച്ചിനെ പരിചയപ്പെടുന്ന എന്റെ ഡാൻസ് ക്ലാസ്സിൽ വെച്ചിട്ടാണ്. എന്റെ സീനിയർ ആയിരുന്നു ചേച്ചി. അപ്പോ എന്തോ സാഹചര്യങ്ങൾ അരങ്ങേറ്റത്തേക്ക് എത്താനായിട്ട് സാധിച്ചില്ല ചേച്ചിക്ക്. എന്റെ കൂടെ അടവുകൾ ഫുള്ളായി കഴിഞ്ഞ ആളാണ് അമ്പിളി ചേച്ചി. അപ്പൊ എന്റെ അരങ്ങേറ്റ സമയത്ത് ഞാൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് അമ്പിളി ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങും. ഞാൻ അപ്പേ ഈ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ അമ്പിളി ചേച്ചിന്റെ കാല് തൊട്ട് നമസ്കരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് അമ്പിളി ചേച്ചിക്ക് ഈ സ്റ്റേജിൽ കയറി ഇതേ കോസ്റ്റ്യൂമിൽ നിൽക്കാൻ സാധിക്കണേ ഗുരുവായൂരപ്പ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇനിയിപ്പോ വിനിത ചേച്ചിയാണ് ആകെയുള്ളൊരു ആശ്രയം. പുള്ളിക്കാരി ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ സാധിക്കില്ല, കാരണം ഓൺലൈനായിട്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അവർ ഓഫ്ലൈൻ അല്ലേ, അവര് ഷൊർണൂർ കിടക്കുന്ന ആൾ എങ്ങനെ അമ്പിളി ചേച്ചിക്ക്. പിന്നെ ഞാനത് വിട്ടു. പക്ഷെ മൂപ്പര് അത് കേട്ടു. സന്ധ്യാസമയം ദീപാരാധനയുടെ സമയമാണ്. അതാണ് ഇന്നിപ്പോ ഒരാഴ്ച കൊണ്ട് അതിന്റെ റിസൾട്ടാണ് ഇവിടെ കിട്ടിയതെന്ന് വേണമെങ്കിൽ തന്നെ പറയാ. അതപ്പോ നമ്മളെല്ലാരും വിഷ്വലൈസേഷൻ ചെയ്യാ. ശോഭ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് നമ്മള് ഗുരുവായൂർ പോയ പോലെ അമ്പിളി ചേച്ചിയുടെ അരങ്ങേറ്റത്തിന് നമ്മള് ഗുരുവായൂർ പോയി അമ്പിളി ചേച്ചി ആ സ്റ്റേജിൽ കയറി നിൽക്കുന്ന കോസ്റ്റ്യൂം എല്ലാരും കാണുക. അതായിരിക്കണം ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം. അതെന്തായാലും സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ സാധിച്ചു കൊടുക്കട്ടെ. എന്തായാലും അതിന് പറഞ്ഞ വിനിത ചേച്ചി ഇവിടെ ഇല്ല. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു. 30 പേർക്ക്. അവരുടെ ഒരു വലിയ മനസ്സാണ്, ആരും അങ്ങനെ ചെയ്തു കൊടുക്കില്ല. അമ്പിളി ചേച്ചിയുടെ സാഹചര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, എന്തായാലും അവര് മുന്നോട്ട് വന്നല്ല. അതാ പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഒറ്റൊരാളുടെ ഒരു കുത്തകയൊന്നും അല്ല ഇത്, നമ്മളെല്ലാവരുടെയും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത്. അപ്പൊ ഓരോരുത്തരും എങ്ങനെയാണോ ആരെങ്ങനെയൊക്കെയാണോ ഹെൽപ്പ് ചെയ്യുന്നത് അതെല്ലാവരും, ഇപ്പൊ ശോഭ ചേച്ചിയാണെങ്കിലും മായ ചേച്ചിയാണ്, അവരൊന്നും പറഞ്ഞാൽ തീരില്ല. അവരെങ്ങനെയൊക്കെ വേണം, എങ്ങനെയൊക്കെ രീതിയിൽ വേണം നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന്
അമ്പിളി ചേച്ചി പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പറയണ്ട, അത് എത്രയോ ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ചേച്ചിയെ പ്രാർത്ഥിച്ചത് അയച്ചു തരുന്നതാണ്. ഇപ്പൊ പ്രാർത്ഥന പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിപ്പോ നമ്മുടെ നാരായണീയൻ സത്സംഗം ഗ്രൂപ്പ് പോലെയാണെന്ന് വിചാരിക്കണ്ട. അതിന് ഞാൻ ഇതാക്കി പറയല്ല, ഫുൾ ആത്മീയതയല്ല, ഹാപ്പിനെസ്സും എല്ലാം കൂടെ ഉള്ളൊരു ഇതാണ്. നമ്മള് പകുതി ദൈവത്തിനെ ഏൽപ്പിക്കുമല്ലോ, അപ്പൊ ദൈവം എങ്ങനെയാ നമുക്ക് തരിക എന്നുള്ളതിന്റെ വഴി കൂടെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ സന്തോഷത്തോടു കൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിൽ വളരെ 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 എല്ലാവർക്കും ഈ മാസം നല്ലൊരു മാസം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്തോ ഒന്ന് പറയണം വിചാരിച്ചു, ഞാൻ അത് ഇടയിൽ പറയാം കേട്ടോ.